ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിരിക്കട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് വന്നിട്ട് ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് തന്നെയാണ് തമ്പനയിലും. ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കും ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഏത് ഹെയർ ഡൈ നല്ലതാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർ കൂടുതലും ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ 2 മാസം മുമ്പേ ഞാൻ ഈ പ്രൊഡക്റ്റുകൾ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയതാണ്. ഒരുപാട് പേര് വാങ്ങിച്ചു. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഇഷ്ടമായി കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അവർക്ക് നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട്. പക്ഷേ അത് ഫുള്ളും ഒരു 200-300 പേരോളം വാങ്ങിച്ചു കഴിഞ്ഞു. ഒരു മിനിമം കണക്കാണ് പറയുന്നത്. അവർ മൊത്തം ഒരു 1-2 കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് യൂസ് ആയതെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും കമൻ്റ് ഇടുക കേട്ടോ. കമൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം, മടിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സത്യസന്ധമായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ടുകൂടെ? കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമൻ്റ് ഇടുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലേ ബാക്കിയുള്ളവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് മുതൽ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. യൂട്യൂബിലിട്ടപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ 100 പേര് വാങ്ങിച്ചതിൽ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് എല്ലാവരും അയക്കുന്നുണ്ട്. യൂട്യൂബിൽ കമൻ്റ് അയക്കുന്നില്ല കേട്ടോ. അപ്പോൾ യൂട്യൂബിലാണ് കൂടുതൽ കമൻ്റ് അയക്കേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാച്ചിൽ ഒരു 100 പേര് വാങ്ങിച്ചതിൽ ആദ്യം 50 പേർക്ക് ആദ്യം അയച്ചതിൽ, ഫസ്റ്റ് ഓർഡർ വന്നതിൽ 50 പേർക്ക് അയച്ചതിൽ അതിൽ നൗഷാദ് തൃശ്ശൂരെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ഡൈ വാങ്ങിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. സോപ്പുകളൊക്കെ കുറേ വാങ്ങിച്ചു, ടാൻ മാറാനും. ടാനൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് ബെസ്റ്റാണ് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചത്. ഒരുപാട് ഗ്യാരണ്ടി ഒന്നും പറഞ്ഞില്ല, ചെയ്ത് നോക്കുക. അവർ കുറേ ഡോക്ടർമാർ എന്തൊക്കെയോ ചെയ്തു പറഞ്ഞ് മാറിയില്ല എന്ന്. പക്ഷേ അവരുടെ ആ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എന്താണ് കമൻ്റ് എന്നുള്ളത് യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇടണം കേട്ടോ. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിചാരിക്കുന്നു, ഞാനിങ്ങനെ ഓർഡറുകൾ വരുമ്പോൾ അയച്ചവർക്കൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് വരുമ്പോൾ ഒരേ പേര് തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പേരും എനിക്ക് ഓർമ്മയുണ്ട്, അഡ്രസ്സ് ചിലപ്പോൾ പലതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അയച്ചവർക്കൊക്കെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്പർ പിന്നെയും സേവ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ യൂസായി എന്നുള്ളത് പറയണം കേട്ടോ. എന്തായാലും ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് എൻ്റേന്ന് വാങ്ങിച്ച എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് യൂസാകും കേട്ടോ. ഒരു യൂസാകാതെ ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രത്യേകം പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന നൗഷാദ് തൃശ്ശൂർ കേട്ടോ. അപ്പോൾ എനിക്ക് അത് കമൻ്റ് ഇടണം കേട്ടോ. പേഴ്സണലായിട്ടെങ്കിലും എനിക്ക് കമൻ്റ് പറയണം, ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ടാനൊക്കെ മാറും ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ സോപ്പൊക്കെ അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഡൈ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കും ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഏത് ഡൈ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഈ ഡൈനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട്, ഇന്നത്തെ യുവാക്കൾക്കിടയിൽ വളരെ കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നമായി മാറിയിരിക്കുന്നു നരച്ച മുടി, അല്ലേ? ഇതിനുള്ള തൽക്കഷ്ണ പരിഹാരമായി പലരും ആശ്രയിക്കുന്നത് കൃത്രിമ ഹെയർ ഡൈകൾ. മുടിയുടെ നിറം മാറ്റുന്നത് ഇന്ന് ഫാഷൻ ട്രെൻഡിൻ്റെ ഭാഗവുമാണ്. ബാഹ്യമായി കറുപ്പും തിളക്കവും നൽകുന്ന ഈ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഉള്ളിൽ നിന്നും ദോഷമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയതായിരിക്കും. ഇവയിൽ പൊതുവെ ഈ രാസവസ്തുക്കൾ ഉള്ളത് PDF, PPD എന്ന് പോലുള്ള രാസവസ്തുക്കൾ ചിലർക്ക് ഗുരുതരമായ ചർമ്മ പ്രതികരണങ്ങൾക്കും അലർജികൾക്കും കാരണമാകും കേട്ടോ. പ്രശസ്ത ബ്രാൻഡുകൾ ഉപയോഗിച്ചാലും മുൻകരുതലുകൾ അനിവാര്യമാണ്. അതിനാൽ തന്നെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിലെ ഘടകങ്ങൾ അറിയുക, ഉപയോഗത്തിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക തുടങ്ങിയ മുൻകരുതലുകൾ അനിവാര്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുക. ഈ പ്രധാനപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡൈ ഉപയോഗിക്കുന്ന പലർക്കും
ഷെയർ ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഇതൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക, ഞാൻ പറയുന്നില്ലേ, ഇതിൽ നിങ്ങൾ ഡോക്ടർമാരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ബ്ലാക്ക് റോസ് പോലെയുള്ള ഡൈ തന്നെയാണ്. അതിൽ അത്രയും ഉണ്ടെങ്കിൽ ഇതിൽ ഇത്ര പോലും ഇല്ല. ഇതിൽ എന്താ പറയുക, ഹെന്ന കുറച്ച് ചേർക്കുന്നുണ്ട്, നീലാമ്പരിപ്പൊടി, തുളസി ഇല, കറുവേപ്പില, ബീട്രൂട്ടിൻ്റെ പൊടി, അങ്ങനെയൊക്കെ കുറച്ചായിട്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. പിന്നെ സിട്രിക് ആസിഡും ബേറിയം പെറോക്സൈഡും ഒരു പിഞ്ചിന് താഴെയാണ് കേട്ടോ. അത് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും അതിൽ കാണുകയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് ദോഷമൊന്നും ചെയ്യില്ല. ഇത് തന്നെ വാങ്ങിയിട്ട് 2-3 പേർക്ക് അലർജി പറഞ്ഞു. അതെനിക്ക് ഒരാൾ വന്നിട്ട് കൂടുതൽ നേരം വെച്ചതിൻ്റെ അലർജിയും, പിന്നെ ഒരാളും കുറച്ചും കൂടി നേരം വെച്ചതിന്. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് 5 മിനിറ്റ് മതിയെന്ന്. അതിന് താഴെയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 2 പേർക്ക് അലർജി നല്ലവണ്ണം ഉള്ളവരാണ്. ഞാൻ പറഞ്ഞിട്ട് അവർ വാങ്ങി, പക്ഷേ അത് അലർജി പോലെ ഇതിൽ അലർജി ഇല്ലല്ലോ പറഞ്ഞിട്ടാണ് അവർ വാങ്ങിച്ചത്. അത് ചിലപ്പോൾ പൊടിയുടെയാണെന്ന് എനിക്കറിയില്ല. അവർക്ക് കുറച്ച് നീറ്റലും തൊലി ഇങ്ങനെ നീങ്ങിയ പോലെ, അങ്ങനെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇവിടെ ഉള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി അയച്ചപ്പോൾ ഇങ്ങനെ പറ്റി പറഞ്ഞപ്പം, ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ബെറ്റ്നോവേറ്റ് പറഞ്ഞിട്ടുള്ള ഓയിൽമെൻറ്റ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഒരാൾക്ക് എന്തോ പറഞ്ഞു കൊടുത്തപ്പോൾ അത് തേച്ചപ്പോൾ മാറി പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയില്ല പറഞ്ഞു. പിന്നെ 2 പേര് പേടിയാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ പോയി, എന്നിട്ട് അവർക്ക് ഷുഗർ BP ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പൊടിയിലും നമുക്ക് മണ്ണിലും കൂടി അലർജി ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പം ഞാനങ്ങനെ മറ്റേതിനെ പോലുള്ള ഒരു കെമിക്കൽസും ഇല്ല. അപ്പോൾ ഒരു 100 പേര് വാങ്ങിച്ചതിലല്ല, 100 പേരിൽ ഒരാൾക്ക് അലർജി വരുമെന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിൽ 200-300 പേര് വാങ്ങിച്ചതിൽ 3 പേർക്കോ 4 പേർക്കോ അലർജി വന്നു. അപ്പം ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഡൈ ഉപയോഗിക്കുന്ന ഏത് തരം ഡൈ ആയിക്കോട്ടെ, എൻ്റെ നിന്ന് വാങ്ങിച്ച ഡൈയോ ഏത് തരം ഡൈ ആകട്ടെ, അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതവർ പറയുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഡൈ നരച്ച മുടി മാറ്റണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനെ പൊക്കി പിടിക്കുക മുടി, മനസ്സിലായില്ലേ? ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ സ്കിന്നിൽ, പിന്നെ കുറച്ച് പേര് എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു, പാച്ച് ടെസ്റ്റ് അലർജി ഉണ്ടായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഇട്ടിട്ട് ഞങ്ങൾ കഴുകിയപ്പോൾ അവിടെ കറുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല പറഞ്ഞു. പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ സ്കിന്നിൽ തട്ടുമ്പോൾ ഇങ്ങനെ പൊള്ളിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓൾറെഡി പറയുന്നതാണ് പാച്ച് ടെസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ട്. ഈ അലർജി ഉള്ളവർക്കും ഈ മുടി നര മാറണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുക, ഇങ്ങനെ മുടി പിടിക്കുക, എന്നിട്ട് ഈ മുടിയിൽ മാത്രം, സ്കിന്നിലാകരുത്, ആക്കിയിട്ട് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം. ഡൈ ഏതിട്ടാലും അലർജി ഉണ്ട് എന്ന് പറയുന്നവർ കേട്ടോ, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ മുടി ഇങ്ങനെ ചീകി വെച്ചിട്ട് ഇതിൽ തന്നെ ഇട്ട് സെറ്റാകുമ്പോൾ അതെങ്ങനെയായാലും തലയിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ അലർജി പേടിയുള്ളവരൊക്കെ ഇതെങ്ങനെ പിടിച്ചിട്ട്, ഇങ്ങനെ ആദ്യം ഒരു പോർഷൻ എവിടെയാണ് വേണ്ടത്, ഇവിടെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ പിടിച്ച് നിൽക്കുക, സ്കിന്നിലാകാതെ. എന്നിട്ട് ഒരു 2 മിനിറ്റൊക്കെ മതി കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ മതി. 5 മിനിറ്റൊന്നും ആക്കേണ്ട ആവശ്യമില്ല അലർജി ഉള്ളവർ. എന്നിട്ട് പെട്ടെന്ന് ബേസിനിൽ തന്നെ പോയിട്ട് സ്കിന്നിനൊന്നും ആകാതെ പെട്ടെന്ന് കഴുകിക്കളയുക. ഇവിടെ വേണമെങ്കിൽ ടവലൊക്കെ ഇട്ട് മറിച്ച് കുറച്ച് കഠിന പ്രയത്നമൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് കഴുകിക്കളയുക. അങ്ങനെ ഓരോ ഭാഗവും നിങ്ങൾക്ക് ഒരു ഭാഗം ചെയ്ത് നോക്കുക. അങ്ങനെ സെറ്റാണെങ്കിൽ അടുത്ത ഭാഗം എടുത്തിട്ട് അടുത്ത ഭാഗം അങ്ങനെ ചെയ്ത് നോക്കുക. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഡൈ എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം, ഇതിൽ ഡൈ ഒന്നും ഇല്ല ഞാൻ കാണിച്ചു തരാനായിട്ട്, കുറേ നേരം കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്യരുത്. 2-3 മിനിറ്റ് 3-4 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. എന്നാലും എല്ലാം കൂടി ഡൈലൂട്ട് ആകുമ്പോൾ ആ ഒരു അലർജി വരാതിരിക്കുള്ളൂ. അതൊക്കെ ഒരു ടിപ്പുകളാണ് കേട്ടോ, പരീക്ഷിച്ച്. അല്ലെ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാം സെറ്റാകില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അലർജി വരാം. നല്ലോണം സമയമെടുത്ത് നല്ലോണം, അല്ലെങ്കിൽ നിങ്ങൾ എണീറ്റ് വന്നതും പല്ല് തേക്കണതിന് മുമ്പേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ വന്ന് നിങ്ങൾ പല്ലൊക്കെ തേച്ച് അപ്പോൾ ഒന്ന് സെറ്റാകുമല്ലോ. അങ്ങനെ 3-4 മിനിറ്റ് എടുക്കുക. അത് ഭയങ്കര ഒരു ടിപ്പാണ്, ശ്രദ്ധിച്ച് കാണുക. വീഡിയോ ലെങ്ത് ആയാലും സ്കിപ്പ് അടിച്ച് പോകരുത്. പിന്നെ അതുപോലെ തന്നെ മുറിവിനൊക്കെ പുരട്ടുന്ന ബിറ്റാഡിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുറിവിനൊക്കെ യൂസ് ചെയ്യില്ലേ, ബിറ്റാഡിൻ ഓയിൽമെൻറ്റ്,
ബെറ്റാഡിൻ ഓയിൽമെൻറ്റ് കേട്ടോ. നമ്മൾ മുറിവിനൊക്കെ എല്ലാ വീട്ടിലും കാണും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ബെറ്റാഡിൻ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. അത് നിങ്ങൾ ഡൈ ചെയ്യുന്നതിന് മുമ്പ് ഈ നെറ്റിയുടെ ഇങ്ങനെ ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നേരിയ പോലെ എടുത്തിട്ട് നമുക്ക് ഈ തൊലിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അല്ലെങ്കിൽ ഇതാവുമ്പോൾ നമുക്ക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യാം ബെറ്റാഡിൻ ഓയിൽമെൻറ്റ് കേട്ടോ. ഇത് തിരിച്ചാണോ കാണിക്കുന്നത് മറിച്ചാണോ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. മറിച്ചാണോ? ഞാൻ പരീക്ഷിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല. ഇതെങ്ങനെയാണ് കേട്ടോ. ഈ ചിഹ്നം കണ്ടാൽ അറിയാം ബെറ്റാഡിൻ മുറിവിന് പരട്ടണത് കേട്ടോ. അതിങ്ങനെ മൊത്തം നമുക്ക് ഈ തൊലിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നും ആയില്ല ഇത് തേച്ച് കഴിഞ്ഞാൽ കേട്ടോ, നേരിയ പോലെ. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഈ ഡൈ അലർജി ഉണ്ടെങ്കിലും ഇല്ലാത്തവർക്കും ഇത് രണ്ടാൾക്കാർക്കും ചെയ്യാം കേട്ടോ. അലർജി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഡൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫസ്റ്റ് ടിപ്പ്. മറ്റേ ടിപ്പ് ഇത് വന്നിട്ട് എന്താ പറയുക, ബെറ്റ്നോവൈറ്റ് ഓയിൽമെൻ്റ് ആണ്. ബെറ്റ്നോവൈറ്റ് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഓയിൽമെൻറ്റിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബെറ്റ്നോവൈറ്റ് ഓയിൽമെൻറ്റ് കുറച്ചെടുത്തിട്ട്, ഇതും ദോഷമൊന്നും ചെയ്യില്ല കേട്ടോ, ഇതിലൊന്നും അങ്ങനെയൊന്നും അടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ഇത്രയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ എടുത്താൽ എനിക്ക് യൂസില്ല. എടുത്തിട്ട് നിങ്ങൾ കയ്യിലിങ്ങനെ ആക്കിയിട്ട് നെറ്റിയുടെ ഈ മുടിയിലാകാതെ നമ്മുടെ ഈ തലയുടെ ഉള്ളിൽ തൊലിയില്ലേ അതിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അതായത് ഈ വിരലിലൊക്കെ ഇങ്ങനെ മൊത്തം ആക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ മുടിയിലാകാതെ ഉള്ളിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡൈ പുരട്ടുക. മനസ്സിലായില്ലേ? പിന്നെ ഡൈ പുരട്ടുക. മുടിയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൈ ഇടുമ്പോൾ പിടിക്കില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ അത് കുറച്ചെടുത്തിട്ട് ഇത്ര എടുത്താൽ മതി. എന്നിട്ട് മൊത്തം ഇങ്ങനെ വിരലിൻ്റെ ഇവിടെയൊക്കെ ആക്കുക. ഒന്നും സംഭവിക്കില്ല കേട്ടോ, ഒന്നും ആകില്ല. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ബെറ്റ്നോവൈറ്റ് കേട്ടോ എടുത്തിട്ട് നിങ്ങൾ തലയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഡൈ ഇടുക. അപ്പോൾ ഇത് ബെസ്റ്റ് ടിപ്പാണ്. ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ അലർജി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഡൈ ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഗുരുതരങ്ങൾ ഉള്ളതൊന്നും നമുക്ക് വരില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജി ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് ഇട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബെറ്റ്നോവൈറ്റ് എന്ന് പറയുന്ന ഓയിൽമെൻറ്റ് വാങ്ങിച്ച് വയ്ക്കുക. നിങ്ങൾ അവിടെ അങ്ങനെ പെട്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡൈയൊക്കെ കഴുകി കളഞ്ഞിട്ട് തുടച്ചിട്ട് ഇതൊന്ന് പുരട്ടി വിടുക. മനസ്സിലായില്ലേ? ഈ ബെറ്റ്നോവൈറ്റ് ഓയിൽമെൻറ്റ് നല്ലോണം പുരട്ടി കുറേ എടുത്തിട്ട് നല്ലോണം ഉള്ളിൽ സ്കിന്നിലും ഒക്കെ ആ മുടിയുടെ ഇടയിലൊക്കെ നല്ലോണം പുരട്ടി വിടുക, തൊലിയിലും ഒക്കെ പുരട്ടി വിടുക. അപ്പോൾ പെട്ടെന്ന് അത് മാറും കേട്ടോ. ഞാനത് ഗ്യാരണ്ടി തരാം, പെട്ടെന്ന് മാറും. ഒരുപാട് പേർക്ക് ഞാൻ പാർലർ നടത്തിയപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെങ്തായി, എൻ്റെ വീഡിയോ തന്നെ പോയില്ല. 1.5 GB ഉള്ളത് 2 GB കടമെടുത്താണ് ഞാൻ ഇടുന്നത്. ലെങ്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് കാര്യമില്ല. ഇങ്ങനത്തെ വീഡിയോകളൊക്കെ തിരിച്ചും മറിച്ചും സാവധാനം ഒരുപാട് കാണുക കേട്ടോ. കംപ്ലീറ്റ് എൻ്റെ കുറേ വീഡിയോസ് നല്ല വീഡിയോസുകളാണ്. അപ്പോൾ എല്ലാവരുടെയും സ്കിന്നിനും ഇതിനും എല്ലാത്തിനും വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് എൻ്റെ കയ്യിലുള്ള 4 പ്രൊഡക്റ്റ്. എല്ലാവർക്കും അത് യൂസാകും. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ എല്ലാം യൂസാകും കേട്ടോ, ഓരോന്നും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയോ വാട്സപ്പ് നമ്പറിലൂടെയോ ഒക്കെ അറിയിക്കുക. എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം, ഈ തലമുടി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിർത്താം. 14 മിനിറ്റായി. വീഡിയോ അപ്ലോഡ് ആകുമെന്ന് തന്നെ എനിക്കറിയില്ല. നാളത്തെ വീഡിയോ ഞാൻ ഇന്നേ എടുക്കുന്നതാണ്. അതായത് നാളെ ഹസ്ബൻഡ് ലീവാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാകുമല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഓരോരുത്തരുടെ എൻ്റെ വാട്സപ്പിൽ കമൻറ്റും സംശയങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്നോട് ചോദിക്കുമ്പോഴുള്ള ആത്മാർത്ഥത കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ഇടുകയാണ്. നിങ്ങൾക്ക് ഏത് ഡൈ ഇടുന്നതായാലും നിങ്ങൾക്ക് പറ്റിയ ഹെയർ പാക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ആ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് ഒരു ദോഷവും വരില്ല. ഈ ഹെയർ ഡൈ ഇടുന്നതനുസരിച്ച്
അതിൻ്റെ റിയാക്ഷൻസൊക്കെ ഇത് ഇടുമ്പോൾ മാറിക്കിട്ടും. മനസ്സിലായില്ലേ? ഈ ഹെയർ പാക്ക്, ഈ ഹെയർ ഡേ വാങ്ങുന്നവരൊക്കെ ഈ ഹെയർ പാക്കും കൂടി വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് സ്പാ ചെയ്യുന്ന പോലെയാണ് പുറത്തൊക്കെ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പാർലറിലൊന്നും പോയി വലിയ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡൈ ഇടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുടിക്കും ഗ്രോത്തിനും എല്ലാം ഇതും ഇട്ട് കഴിഞ്ഞ് 2 ദിവസം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് ഇട്ടുകൊണ്ടേ ഇരിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഇതും ഇടുമ്പോൾ നിങ്ങൾക്ക് ഡൈ വേണ്ടാതെ വരും. ഈ ഹെയർ പാക്ക് ഇട്ടിട്ട് സെറ്റാകുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഈ 2 ഞാൻ പറഞ്ഞില്ലേ, സിട്രിക് ആസിഡും മറ്റേതും കൂടിയുള്ള ആവശ്യമേ ഇല്ല, അതിലൊന്നുമേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ഹെയർ പാക്ക് ഇട്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡൈയുടെ ആവശ്യമേ വരില്ല. ഇത് ഡെയിലി ഇട്ട് വരുമ്പോൾ ആ മുടി കറക്കുകയും ചെയ്യും, ആ മുടി സെറ്റായി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ ഡൈ ഇടുന്നവർക്ക് മുടിക്കൊരു ഗ്രോത്തിനും മുടി കൊഴിച്ചലിനും ആ ഒരു കളർ പോകുന്നതിനും മുടിയുടെ എന്താ പറയുക, നല്ലൊരു ബലത്തിനും മുടി വളർച്ചയ്ക്കും ഒക്കെയാണ് ആ ഹെയർ പാക്ക് കേട്ടോ. അത് നിങ്ങൾ ഹെയർ ഡൈ വാങ്ങുന്നവരൊക്കെ ഈ ഹെയർ പാക്ക് വാങ്ങി യൂസ് ചെയ്യുക. എനിക്ക് വിൽക്കാനൊന്നും അല്ല, നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരാഴ്ച അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇടയിലിടയിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് ഇടുക. മനസ്സിലായില്ലേ? അപ്പോൾ ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയും ഈ വാട്സപ്പ് ഇതിലോ നമ്പറിലൂടെയൊക്കെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയതിനു ശേഷം ഓരോ പ്രൊഡക്റ്റും വാങ്ങിയാൽ മതി. എൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിച്ചു നോക്കുക, ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചു നോക്കുക. വലിയ വിലയൊന്നുമില്ല. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എത്ര പൈസകൾ മുടക്കിയിട്ട് അവിടെ മൂലയിൽ കിടക്കുകയാണ്, ഒന്നും യൂസായിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഒരു 50 രൂപയുടെ 100 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അത്രമാത്രം യൂസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം നിങ്ങളുമായിട്ട് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുതന്നെയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. നമ്മൾ എവിടെ വെച്ചും കാണേണ്ടവരാണ്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഞാനൊരു സത്യസന്ധമായൊരു പ്രൊഡക്റ്റ് തന്നു എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ അതിൽ വീഴ്ചകളുണ്ടാവില്ല. നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴുള്ള കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ സഹകരിക്കണം. ചിലപ്പോൾ ഞാൻ ചില സമയത്ത് ഒരു ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത ഓർഡർ വരുന്നത്. അപ്പോൾ 10 ഗ്രാം എന്നുള്ളത് 20 ഗ്രാം എന്ന് പറയും, 20 അങ്ങനെ ഞാൻ കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത് മാത്രമല്ല, പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. മോട്ടിവേഷൻ വീഡിയോ ഒക്കെ എൻ്റെ അനുഭവങ്ങളാണ്, നിങ്ങൾ കാണുക. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ആ മോട്ടിവേഷൻ വീഡിയോ എൻ്റെ വീഡിയോയിലെ ലോഗോയിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ്, അല്ലെങ്കിൽ വീഡിയോ തീരുമ്പോൾ ലാസ്റ്റിൽ ഞാൻ അവിടെ കുറച്ച് വീഡിയോ കാണില്ലേ എൻ്റെ, അതിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് താഴെ എബൌട്ട് എന്ന് കൊടുത്തിരിക്കുന്ന അവിടെ നിങ്ങൾക്ക് വീഡിയോസ് എന്നുള്ളതിൽ അമർത്തി കഴിഞ്ഞാൽ പഴയ വീഡിയോസുകളൊക്കെ വരാം. എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. ഒത്തിരി ലാഗ് ചെയ്തു, ഒത്തിരി നീണ്ടു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ സംശയങ്ങളും നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക. ഓക്കെ, ബൈ, ടാറ്റ.